നമസ്കാരം. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ രണ്ട് മറുപടികൾ ഏറെ ഞെട്ടിപ്പിച്ചു. കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതാണ് അദ്ദേഹത്തിന്റെ ആ പ്രതികരണം എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. ആ രണ്ട് മറുപടികൾ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. ഹൃദയവേദനയോടുകൂടിയാണ് സഹപ്രവർത്തകനെതിരെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒറ്റ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്, മറിച്ച് പീഡനത്തിന് ഇരയായിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികൾ മൂലം പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾക്കൊപ്പമല്ല എന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് പീഡനത്തിന് ഇരയായ പെൺകുട്ടിയോടുള്ള അനുകമ്പയോ സഹതാപമോ ഇതൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ഇടയായ സാഹചര്യം എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിൽ അത് നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് വി ഡി സതീശന്റെ ഹൃദയവേദന? അതുകൂടി ഒന്ന് പറഞ്ഞു പോകാം. ഹൃദയവേദന അദ്ദേഹത്തിന്റെ പാർട്ടി കേട്ടിട്ടുള്ള ഈ മുറിവാണ്. അദ്ദേഹത്തിന്റെ ഹൃദയവേദന എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതാക്കളെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദന. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവിനെ വെള്ളവും അതുപോലെ തന്നെ വളവും ഒക്കെ ഇട്ട് വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹത്തെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ പോയ കോടാലികളെ, അശ്ലീലങ്ങളെയൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ ആഘോഷമാക്കി മാറ്റി വളർത്തിക്കൊണ്ടുവരുന്നത്. അവരിങ്ങനെ ആ വൻമരങ്ങൾ ഇങ്ങനെ വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൃദയവേദന ഉണ്ടാകും വി ഡി സതീശന്. വി ഡി സതീശന് ഹൃദയവേദന ആ പീഡനത്തിനിരയായ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോഴിത്തരം മൂലം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പല രീതിയിലുള്ള ഇടപെടൽ മൂലം ദുരനുഭവം ഉണ്ടായിട്ടുള്ള ആളുകളോടുള്ള ഒരു ഹൃദയവേദനയാണെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെയാണോ സംഭവിക്കേണ്ടത്? 3.5 വർഷം മുമ്പ് റിനി എന്ന് പറയുന്ന പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി കൊടുക്കുന്നില്ലേ? ആ പരാതി വി ഡി സതീശൻ തനിക്ക് ലഭിച്ചു എന്ന് പറയുന്നില്ലേ? വി ഡി സതീശൻ തന്നെ എന്താണ് പറയുന്നത്? ആ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി എനിക്ക് മകൾ മാതിരി, എനിക്ക് മകളെ പോലെയാണെന്നല്ലേ പറയുന്നത്? ആ പെൺകുട്ടിക്ക് ഞാൻ പിതാവിനെ പോലെയാണെന്നല്ലേ പറയുന്നത്? എന്നിട്ട് എന്താണ് വി ഡി സതീശൻ ആ പെൺകുട്ടിക്ക് വേണ്ടി ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. 3.5 വർഷം ആ പരാതി മൂട്ടിവെച്ചു. എന്നിട്ട് ആരോപണ വിധേയനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കി, MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു, ഇങ്ങനെ സ്ഥാനങ്ങൾ കൊടുത്തു. അതല്ലേ സംഭവിച്ചത്? എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നു ഹൃദയവേദനയോടെ. ശരിയാണ്, ഹൃദയവേദനയോടെ തന്നെയാകും അത്തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടാവുക. എന്തെന്ന് വെച്ചാൽ അദ്ദേഹം എക്കാലവും ഇരയ്ക്കൊപ്പമല്ല എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്ക് എന്താണ് കണ്ടിട്ടുള്ളത്? നടി ആക്രമിക്കപ്പെട്ട കേസിലെ ആരോപണ വിധേയനായിട്ട് നിൽക്കുന്ന ആ പ്രതിക്കൊപ്പം കോൺഗ്രസിന്റെ നേതാക്കൾ ഒരു ഉളുപ്പുമില്ലാത്ത പല പരിപാടികളിലും പങ്കെടുക്കുന്ന പല ചിത്രങ്ങൾ, പല രീതിയിലുള്ള വീഡിയോകൾ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അന്ന് അവർക്കൊപ്പം പങ്കെടുത്ത പലരും, അതായത് ഈ പ്രതിക്കൊപ്പം പങ്കെടുത്ത പലരും MP ആണ്, MLA ആണ്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ വി ഡി സതീശൻ ഇങ്ങനൊരു പ്രതികരണം രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടും നന്നായി എന്നതാണ് എന്റെ സ്റ്റാൻഡ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ സത്യത്തിൽ ആർക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ഒന്ന് നോക്കാം. ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല, നോക്കൂ, വലിയ താമസമൊന്നും വേണ്ട. CPM-കാർ അധികം കളിക്കരുത് ഇക്കാര്യത്തിൽ. കേരളം ഞെട്ടുന്ന പല വാർത്തകളും പുറത്തു വരും എന്നാണ് വി ഡി സതീശന്റെ ഭീഷണി. ഇദ്ദേഹത്തിന്റെ ഭീഷണി വന്നതിന് പിന്നാലെ തന്നെ CPM നേതാക്കളൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. SFIയുടെ നേതാവായിട്ടുള്ള M ശിവപ്രസാദ് രസകരമായിട്ടുള്ള ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. ചിലത് വരാനുണ്ട്, അഹങ്കരിക്കരുത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് രാഹുൽ മാങ്കൂട്ടം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞ ഡയലോഗ് അല്ലെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ. ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന് കോൺഗ്രസ് സർക്കുലർ എന്നാണ് ശിവപ്രസാദ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും പരിഹാസത്തോടു കൂടിയാണ് ആ ഒരു ഭീഷണിയെ നോക്കിക്കാണുന്നത്. വി ഡി സതീശൻ ഇങ്ങനെയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെയോ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയോ ഒക്കെ ഉയർന്നു വന്നാൽ എന്റെ കയ്യിൽ അതുണ്ട്, എന്റെ കയ്യിൽ ഇതുണ്ട്, ഞാനിതിപ്പോൾ പൊട്ടിക്കും, അങ്ങനെ ഇട്ട് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കും. എന്നിട്ട് പൊട്ടിക്കുമോ? ഇല്ല. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, തെളിവുണ്ടോ ആർക്കെതിരെ എന്ന് ചോദിക്കുമ്പോൾ വി ഡി സതീശന്റെ സ്ഥിരം പല്ലവി, എന്റെ കയ്യിലുണ്ട്, അധികം വൈകാതെ പുറത്തു വിടും എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. വി ഡി സതീശൻ അങ്ങനെയാണ്.
ഇതുവരെ ഉന്നയിച്ച ഒരു ആരോപണത്തിലും തെളിവ് നൽകാൻ കഴിയാത്ത ഒരു കഴിവുകെട്ട പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് ഇദ്ദേഹം ഇതുവരെ ഈ കഴിഞ്ഞ 5 വർഷം ഇദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഏതൊരു ആരോപണം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും, സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ഏത് വിഷയം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും വ്യക്തമായി നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് വി ഡി സതീശന്റെ ഭീഷണികൾ, വി ഡി സതീശൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ ചിരിയോടുകൂടിയാണ് എന്നും പൊതുസമൂഹം നോക്കി കണ്ടിട്ടുള്ളത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ഭീഷണി മുഴക്കുന്നത് പോലും രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെയെന്ന് കൂടി ഞാനൊന്ന് വിശദീകരിച്ചു പോകാം. വി ഡി സതീശൻ ഇത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ മാധ്യമങ്ങളുടെ വാർത്ത എന്താണ്? CPM-നെതിരെ എന്തോ വലുത് വരാനുണ്ട് എന്ന മട്ടിൽ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ബ്രേക്കിംഗ് ന്യൂസ്, ആ പ്രധാനപ്പെട്ട വാർത്ത മാധ്യമങ്ങളിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി പുതിയൊരു ബ്രേക്കിംഗ് ന്യൂസ് സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ വി ഡി സതീശനിൽ നിന്ന് കണ്ടത്. ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ ആ പ്രതികരണം വളരെ പ്രാധാന്യത്തോടെ കൊടുക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ എന്ത് തെളിവ്? അങ്ങനെ ഒരു തെളിവുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു തെളിവുമില്ലാതെ തന്നെ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ഒരു സത്യം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലോ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പരാതിക്കാർ എന്ന് പറഞ്ഞ പരാതിക്കാരികൾ നമ്മുടെ മുമ്പിലുണ്ട്. രേഖാമൂലം പരാതി നൽകിയിട്ടില്ല എന്നിവർ പറയുമ്പോഴും പരാതി വി ഡി സതീശന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നോക്കൂ, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഓരോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികളും ഏറെ ഗൗരവമുള്ളതല്ലേ? വിവാഹ അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക, ഗർഭിണിയാക്കുക, ശേഷം ഗർഭചിത്രത്തിന് വേണ്ടി അങ്ങ് പ്രലോഭിപ്പിക്കുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ ഏറെ ഗൗരവത്തോടെയുള്ള കാര്യമല്ലേ? ഇതുവരെ രാഹുൽ മാങ്കൂട്ടം ഇത് നിഷേധിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ നേതാക്കൾ പോലും പറയുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് ഇത്തരത്തിൽ ആ കാര്യങ്ങൾ, ആരോപണങ്ങൾ നിഷേധിക്കുന്നില്ല എന്ന്. നിഷേധിക്കാത്ത പക്ഷം അയാൾ അത് ചെയ്തു എന്നല്ലേ എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ MLA-മാരാണ്, നിങ്ങളുടെ നേതാക്കന്മാരാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വി ഡി സതീശൻ ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. വി ഡി സതീശൻ പുകമറ സൃഷ്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും, ഒരുപാട് സംഭവങ്ങളും പുറത്തു വരുമോ എന്ന ഭയമാണ് വി ഡി സതീശന്. ഇനി ശിവപ്രസാദ് പറഞ്ഞൊരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാത്തത്, രാജി വെക്കണമെന്ന് ആവശ്യപ്പെടാത്തത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ ഇപ്പോഴും കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? മുകേഷ് MLA-ക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ മുകേഷ് MLA രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ. മാത്രവുമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നതെങ്കിൽ ഞങ്ങൾ ഈ രീതിയിലുള്ള നടപടിയല്ല സ്വീകരിക്കുക എന്നും പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് വി ഡി സതീശൻ. എന്നാൽ നിങ്ങളുടെ നേതാവിനെതിരെ, നിങ്ങളുടെ ഒരു യുവ നേതാവിനെതിരെ ശക്തമായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് നിഷേധിക്കാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ അത് ആവശ്യപ്പെടുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുകേഷ് MLA-ക്കെതിരെ ആരോപണം വരുമ്പോൾ രാജിവെക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹം രാജിവെക്കാൻ സന്നദ്ധനാണെന്നും അദ്ദേഹം അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടമാകട്ടെ ഒരു ഘട്ടത്തിൽ പോലും താൻ രാജിവെക്കുമെന്നോ അന്വേഷണം നേരിടുമെന്നോ പറയുന്നില്ല. മറിച്ച് അദ്ദേഹം ന്യായീകരണങ്ങൾ ഇറക്കി എങ്ങനെ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാം എന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. അതിന് അനുകൂലമായി ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒഴുക്കിനൊപ്പം തന്നെ ഒഴുകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണത്തിലൂടെ എനിക്ക് വ്യക്തമായി കാണാൻ സാധിച്ചത്. വി ഡി സതീശൻ ഒരു രീതിയിലും തള്ളുന്നില്ല, ഒരു രീതിയിലും അദ്ദേഹത്തെ ശാസിക്കുന്നില്ല, തഴുകുന്നു, അദ്ദേഹത്തിന് ചൂട്ടുപിടിച്ച് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും തെറ്റു പറയാൻ കഴിയില്ല. എന്തായാലും CPM എന്ന ഹെഡ്ലൈൻ വെച്ചുകൊണ്ട്, CPM എന്ന് പറയുന്ന ഹെഡ്ലൈൻ മാധ്യമങ്ങളിൽ നിറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഒളിപ്പിച്ചു വെക്കാമെന്നാണ് വി ഡി സതീശൻ കരുതിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ പൊതുസമൂഹം ഇത് കണ്ണു തുറന്ന് കാണുന്നുണ്ടെന്നേ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വീടുകളിലും ചർച്ചയാണെന്നേ. ഓരോ സ്ത്രീകളും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ നേതാവ് ഇത് നിഷേധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ആരോപണം പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനൽ പോലും എന്താണ് പറയുന്നത്? അതായത് ഞങ്ങൾ പുറത്തുവിട്ട വാർത്ത തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാം, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ആ വെല്ലുവിളി പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ പാർട്ടിയും ഏറ്റെടുക്കുന്നില്ല? ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല. ആ സബ്ജക്ട് ക്ലോസ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സസ്പെൻഷൻ നടപടി എന്ന് പറയുന്നത് പോലും തന്നെ ഒരു കള്ളത്തരമല്ലേ മിസ്റ്റർ വി ഡി സതീശൻ? സസ്പെൻഷൻ നിങ്ങൾ ഏതെങ്കിലും ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന സസ്പെൻഷൻ എത്ര നാളത്തേക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. സസ്പെൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്കിൽ പോലും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള കരുതൽ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത്തരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോഴിത്തരം മൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികളോടുള്ള അനീതി അതിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം വേറൊന്നുമല്ല മിസ്റ്റർ വി ഡി സതീശൻ. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് മാധ്യമങ്ങൾ
ഇനി നിങ്ങളോട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ പുറത്താക്കിയല്ലോ, അദ്ദേഹത്തിന് ഈ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും മാധ്യമങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും വേണ്ടിയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഇതൊന്നും ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് തന്നെ പോകണം. ചില കാര്യങ്ങൾ ചില പാർട്ടികളെ വ്യക്തമായി വരച്ചു കാണിക്കുന്നുണ്ട് എന്നുള്ളതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.